നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് വിരുന്നിൻ്റെ എപ്പിസോഡ് ധന്യമാക്കുവാൻ 30 വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ നിന്നും യുഎയിലേക്ക് എത്തിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ സഗീർ. യുഎ കേന്ദ്രമായി ദുബൈ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് മീൽ എന്ന കഫ്റ്റീരിയ ആൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ മാനേജിംഗ് പാർട്ട്ണറാണ് അദ്ദേഹം. ഈ യു എയിലുള്ള പ്രത്യേകിച്ച് ദുബൈയിലുള്ള വ്യക്തികൾക്ക്, മലയാളികൾക്ക്, അറബ്സിനൊക്കെ അറിയാവുന്ന ഒരു പേരാണ് ഫാസ്റ്റ് മീൽ. 25 വർഷമായി ഫാസ്റ്റ് മീലിൻ്റെ പ്രത്യേകതയുള്ള ഷവർമയ്ക്ക് ആൾക്കാർ വളരെയേറെയാണ്, ആവശ്യക്കാർ വളരെയേറെയാണ്. ഫാസ്റ്റ് മീലിൻ്റെ വിശേഷങ്ങളും സഗീർക്കാട് വിശേഷങ്ങളുമായി നമുക്ക് അല്പസമയം ചെലവഴിക്കാം. വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യാം ഫാസ്റ്റ് മീലിൻ്റെ മാനേജ്മെൻ്റ് ആയിട്ടുള്ള, അതിൽ പ്രധാനിയായിട്ടുള്ള ശ്രീ മജീദ് സഗീറിനെ. സഗീർക്ക, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. താങ്ക് യു. നമസ്കാരം. എങ്ങനെയാണ് ഇപ്പോൾ താങ്കൾ ഏകദേശം 30 വർഷത്തോളമായി ഈ യു എയിലുണ്ട്, പ്രവാസ ജീവിതത്തിലുണ്ട്, വളരെ വർഷക്കാലമായി ഈ ഫാസ്റ്റ് മീലിൻ്റെ പ്രവർത്തനങ്ങൾ സജീവ സാന്നിധ്യമാണ്. താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് തന്നെ ആദ്യം തന്നെ തുടങ്ങാം. ഞാൻ ആദ്യമായി യു എയിലെത്തുന്നത് 1987 കാലഘട്ടങ്ങളിലാണ് ഞാൻ എത്തുന്നത്. ഇവിടെ എൻ്റെ വാപ്പയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി ദുബായിലെത്തി, പല ഭാഗങ്ങളിലായി ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 5 വർഷം ഞാൻ ഇവിടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് പോയി. പിന്നെ നാട്ടിൽ 3 മാസം നിന്നതിന് ശേഷമാണ് സൗദിയിലേക്ക് പോകുന്നത്. സൗദിയിൽ 13 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബിസിനസ്സായിരുന്നു. അത് അവിടുത്തെ സാഹചര്യം കണക്കിലെടുത്ത് അവിടെ നിന്ന് പോരേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് തന്നെ വന്നു. ഇപ്പോൾ ഫാസ്റ്റ് മീൽ എന്ന ഈ ഒരു സ്ഥാപനത്തെക്കാൾ ഉപരി ആ സ്ഥാപനത്തിൻ്റെ പേര് മനസ്സിലേക്ക് എത്തുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നൊരു ഒരു പ്രത്യേക കാര്യമാണ് ഷവർമ. വളരെ രുചിയോടുകൂടിയും വളരെ പ്രത്യേകത കൂടിയിട്ടുള്ള ഒരു ഷവർമയാണ് ഫാസ്റ്റ് മീലിൽ ഇന്ന് വിപണനം ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു ഹൈപ്പ് ഇത്രയും ജനങ്ങളിലേക്ക് എത്തിയതിൻ്റെ കാരണം എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് പറയും. നമ്മുടെ ഫാസ്റ്റ് മീലിൻ്റെ വിശേഷങ്ങൾ കൂടി പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്, ഒരുപാട് ഷവർമ ഷോപ്പുകളുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങളെ ഫാസ്റ്റ് മീൽ എന്ന് പറയുന്ന ഷോപ്പിലെ ഷവർമയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അത് ഇവിടെ ഒരുവിധം മലയാളീസിന്, കൂടുതലും ഫാമിലീസിന് കൂടുതലും അറിയാൻ കഴിയും. അതുപോലെ അറബികൾക്ക്, ഒരുപാട് ആളുകൾക്ക് അറിയാൻ പറ്റും. ഞങ്ങളെ ഷവർമയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അത് ചിക്കൻ ഷവർമയാണ് ഞങ്ങളെ ഏറ്റവും വലിയ പ്രത്യേകത. ചിക്കൻ ഷവർമയാണ്. വേറെ എന്തൊക്കെ വെറൈറ്റീസ് ഓഫ് ഷവർമ? വേറെ ഞങ്ങളെ ഗാർലിക്, അതുപോലെ ഹമ്മൂസ്, പിന്നെ അതുപോലെ ഗ്രിൽ ചിക്കൻ, പിന്നെ അതുപോലെ ഈ കോക്ടെയിൽ ജ്യൂസ്, അതിനൊക്കെ നല്ല പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അത് സ്നേഹത്തോടുകൂടി കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ്. അതെ. കാരണം പ്രത്യേകിച്ച് യു എ പോലുള്ള ഈ ഒരു കൺട്രിയിൽ ഇത്ര വർഷക്കാലം ഒരു സ്ഥാപനം വൻ വിജയത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിലെ ഒരു ഹാർഡ് വർക്കും അതുപോലെ തന്നെ സത്യസന്ധതയും കമ്മിറ്റ്മെൻറ്റും ഒക്കെ വളരെ വലുതാണ്. എങ്ങനെയാണ് നമ്മുടെ സഹപ്രവർത്തകർ നമ്മളോട് സഹകരിക്കുന്നതെന്ന് പറയാം? സഹപ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മളെ എല്ലാവരും മിക്സാണ്. അതായത് ഇപ്പോൾ ഈജിപ്റ്റ് ഉണ്ട്, സിറിയക്കാരുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെ അതുപോലെ ഇന്ത്യൻസ്,
അപ്പോൾ എല്ലാവരെയും കൂടി സഹകരണം കൊണ്ടാണ് ഇതിൻ്റെ വിജയം. ഇപ്പോൾ ഒരു 1/4 നൂറ്റാണ്ടോളം ആകുന്നു അല്ലേ? അതെ, ഏകദേശം ഇപ്പോൾ ഫാസ്റ്റ് മീൽ തുടങ്ങിയിട്ട്. അതെ, 25 വർഷമായിട്ടുണ്ട്. 25 വർഷം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ വലിയൊരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതെങ്ങനെയാണ് ഒരു ഷവർമ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു പ്രത്യേക മലയാളി ടേസ്റ്റിലാണോ നമ്മൾ കൊടുക്കുന്നത്, അതോ ഓൾ ഓവർ ഇപ്പോൾ വേൾഡിൽ നിന്നും എല്ലാ മേഖലയിൽ നിന്നുള്ള എല്ലാ കൺട്രികളിൽ നിന്നുള്ള ആൾക്കാർ ദിനംപ്രതി വന്നു പോകുന്ന അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് താങ്കളുടേത്? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് മേക്ക് ചെയ്യുന്നതിൽ എത്രമാത്രം ശ്രദ്ധ പുലർത്താറുണ്ട്? സാധാരണ ഈ ദേരയിൽ ഒരു 3-4 ഷോപ്പ് മാത്രമേ ഉള്ളൂ ഈ ചാർക്കോളിൽ, അതായത് കരിയിൽ ഉപയോഗിക്കുന്നത് ഷവർമ. അത് ഇപ്പോഴും ഫാസ്റ്റ് മേൽ നിലനിർത്തി പോരുന്നു. സാധാരണ ഇപ്പോൾ ചാർക്കോളിന് ഇപ്പോൾ നല്ല കോസ്റ്റാണ്. പിന്നെ അതുപോലെ ഗ്യാസിലാണ് എല്ലാവരും ഇപ്പോൾ ഷവർമ ഉപയോഗിക്കുന്നത്. എല്ലാവരും പൊതുവെ ഗ്യാസിലാണ്. ഇല്ല, നമ്മൾ ഗ്യാസിലല്ല, നമ്മൾ ചാർക്കോളിലാണ് ഈ ഷവർമ മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ഡിഫറൻസ് വളരെ വ്യത്യസ്തമാണ്. പറയൂ. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ ഒരുപാട് കഫ്റ്റീരിയകളിലും റെസ്റ്റോറൻറ്റുകളിലും ഷവർമ ഗ്യാസിൽ ഉപയോഗിക്കുന്നത് പല ആളുകളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് നിങ്ങൾ ഈ ഷവർമയുടെ ചിക്കൻ ഷവർമയുടെ ടേസ്റ്റിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ഫാമിലികൾ ഷാർജയിൽ നിന്ന് വരുന്നുണ്ട്, അജ്മാനിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഈ ദേരയുടെ പല ഭാഗത്തു നിന്നും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഷവർമയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ മറ്റുള്ള വിദേശികൾ, ഇറാന്, അതുപോലെ തന്നെ റഷ്യൻസ്, ഇവരൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ 10 എണ്ണം 15 എണ്ണം 20 എണ്ണം ഇത് പാക്ക് ചെയ്ത് പോകുന്നുണ്ട്. അവർ പ്രത്യേകം അത് പറയുകയും ചെയ്യും, ഞങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ്. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതെ, അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ല. അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഞങ്ങളെ ഗാർലിക് പേസ്റ്റ് അത് ഉണ്ടാക്കുന്നത് അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അമ്മൂസ് അതും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ നമ്മളെ ഗ്രിൽ ചിക്കൻ ചാർക്കോൾ കരിയിൽ ഉണ്ടാക്കുന്നത് ചുടുന്ന ചിക്കൻ എന്ന് പറയും, അതിനും നല്ല ടേസ്റ്റ്. ഇനി ഈ ഫാസ്റ്റ് മീൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 25 വർഷം ഒരു സ്ഥാപനം വളർന്നു പന്തലിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ അതിൽ താങ്കളുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എത്രമാത്രം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്? ക്വാളിറ്റി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഹോട്ടലിൽ പൊതുവെ ജനങ്ങൾക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫുഡ്, അതായത് പർച്ചേസ് ചെയ്യുന്ന ലോക്കൽ എന്നുള്ളത്, അത് വെറും തെറ്റിദ്ധാരണയാണ്. സാധാരണ നമ്മൾക്ക് എല്ലാം നമ്മൾ ഫ്രഷാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ബോൺലെസ്, ബ്രസീലിൻ്റെ ചിക്കൻ ബോൺലെസ് വന്നാൽ അത് നമ്മൾ ആ ഫ്രഷോടുകൂടി തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ വീൽഡ് എഗ് ഇന്ത്യൻ്റെ ഒരുവിധം സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ത്യൻ്റെ അധികം ഉപയോഗിക്കാറ്. കാരണം വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും എല്ലാം ഉപയോഗിക്കുക. അത് കുറച്ച് ക്വാളിറ്റി ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടുന്ന് ലോക്കലായിട്ട് കിട്ടുന്നത് നമ്മളെ ടേസ്റ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു സംഭവം എനിക്കൊന്ന് ഇന്ത്യൻ സാധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേറൊരു കൗതുകരമായ ഒരു കാര്യം ചോദിക്കേണ്ടിയിരിക്കുന്നത്, ഇപ്പോൾ 25 വർഷത്തോളമായി ഫാസ്റ്റ് മീൽ തുടങ്ങിയിട്ട്, അപ്പോൾ ആദ്യ സമയത്ത് 25 വർഷങ്ങൾക്ക് മുമ്പുള്ള കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആരെങ്കിലുമോ ഫ്രണ്ട്സോ കൂട്ടുകാരോ അവരോ ഇപ്പോഴും നമ്മോടൊപ്പം വരാറുണ്ടോ നമ്മുടെ ഫാമിലിയിൽ, നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ? തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര വർഷമായി ഇവിടെ? അപ്പോൾ ഞാൻ പറയും, ഞാൻ എത്ര വർഷം, ഒരു 14 വർഷം ഫാസ്റ്റ് മീലിൽ മാനേജ്മെൻ്റായിട്ട് നിന്നിട്ട്. ഞാൻ വരുമ്പോൾ അവർ എന്നോട് ചോദിക്കുന്നത്, ഞങ്ങൾ വരുന്ന കാലം തുടങ്ങി നിങ്ങളിവിടെ തന്നെയുണ്ട് എന്നാണ് എന്നോട് പറയാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും ഇവിടെ നിന്ന് ഇപ്പോൾ 5 വർഷം നിന്നിട്ട് പോയ ആളുകളും 10 വർഷം കഴിഞ്ഞിട്ട് പോയി വരുന്ന ആളുകളും എല്ലാവരും എന്നെ കാണുന്നുണ്ട്. പക്ഷെ അവർ വരുമ്പോൾ എനിക്ക് അവരെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നതാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആദ്യം വരുന്നത് ഈ ഷോപ്പിലാണ്, ഈ ഷോപ്പിലാണ്. അപ്പോൾ നിങ്ങളെ ഷവർമ ഇപ്പോഴും അതേ ടേസ്റ്റ് തന്നെ കൊണ്ടുപോകണം. ആ വാക്കുകൾ വളരെ വലുതാണ്. അപ്പോൾ ഈ ഷവർമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു തുടങ്ങിയത് ആ കാലഘട്ടത്തിലായിരുന്നു, നേരത്തെ. ഈ ഫാസ്റ്റ് മീൽ എന്ന് പറയുന്ന ഷോപ്പ് 25 വർഷമായി തുടങ്ങിയിട്ട്, 25 വർഷമായി ഫാസ്റ്റ് മീൽ തുടങ്ങിയിട്ട്. ഞാൻ അതിൻ്റെ മാനേജ്മെന്റ് ഏറ്റെടുത്തിട്ട് 15 വർഷം. 15 വർഷമായി.
അപ്പോൾ അതിനു മുമ്പ് ഈ ടേസ്റ്റ് നിലനിൽക്കുന്നുണ്ടായിരുന്നില്ലേ? നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രത്യേക ടേസ്റ്റ് അന്ന് ഇപ്പോൾ ഈ 15 വർഷத்துக்கு മുന്നേ അവിടെ ഷവർമ ആൻഡ് ഗ്രിൽ ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഞാൻ വന്നതിന് ശേഷമാണ് ഈ ഫുഡിന് മാറ്റങ്ങൾ വരുത്തിയത്. സാർ, ഇപ്പോൾ താങ്കൾ 25 വർഷമായി ഫാസ്റ്റ് മീൽ നിലനിൽക്കുന്നു. ഏകദേശം 10, 14, 15 വർഷത്തോളമായി താങ്കൾ ഇതിനെ മാനേജ്മെന്റ് ഏറ്റെടുത്ത് ഇരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ ഒരു ഫുഡ് ഒരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ താങ്കൾ സംതൃപ്തനാണല്ലേ? അതെ, തീർച്ചയായും. അപ്പോൾ ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ എന്തായിരിക്കും? നിങ്ങളുടെ ഈ ഒരു കമ്പനിയുടെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? നമ്മളെ കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് ക്വാളിറ്റി ഫുഡാണ്. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നുമില്ല. അതാണ് ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം. സാർ, എന്തായാലും ഇത്രയും സമയം നമ്മളുടെ പ്രേക്ഷകരോട് സംവദിക്കുകയും ഫാസ്റ്റ് മീൽ എന്ന ഈ ഒരു ബ്രാൻഡഡ് സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ താങ്കളുടെ ചിന്തയും സമയവും മനസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സഹപ്രവർത്തകരുടെ, താങ്കളുടെ സ്റ്റാഫുകളുടെയൊക്കെ സഹകരണം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് അറിയാം, ദുബായ് കേന്ദ്രമായിട്ടുള്ള എല്ലാ ആൾക്കാരും ദിനംപ്രതി സഞ്ചരിക്കുന്ന ഒരു സ്പേസാണ് ഇപ്പോൾ താങ്കളുടെ ഈ ഒരു ഷോപ്പ് നിലനിൽക്കുന്നത്. ഇനിയും കൂടുതൽ ആളുകൾ ഷവർമയ്ക്കും മറ്റ് ടേസ്റ്റുകളും തിരക്കി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഉടൻ തന്നെ അടുത്ത ബ്രാഞ്ചസുകൾ UAE മുഴുവനും ഉണ്ടാവട്ടെ ഫാസ്റ്റ് മീലിൻ്റെ. തീർച്ചയായിട്ടും. ഇത്രയും സമയം ഞങ്ങളുമായി ഈ തിരക്കുള്ള സമയത്ത് ചെലവഴിച്ചതിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.